എല്ലാവർക്കും എൻജിസ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് BA ഇംഗ്ലീഷിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഥവാ ഹെൽ എന്ന ടെക്സ്റ്റിൻ്റെ സെമസ്റ്റർ 3 ദ വിക്ടോറിയൻ ഏജ് മൊഡ്യൂൾ 1 ചാപ്റ്റർ 1 ആ ഒരു പോർഷനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് വരെ നോക്കിക്കൊണ്ടിരുന്നത്. സോ അതിൻ്റെ ബാക്കിയായിട്ട് ഈ ഒരു വീഡിയോയിൽ ദ ബ്രിട്ടീഷ് എംപയർ ആൻഡ് ദ വിക്ടോറിയൻ കോംപ്ലസൻസി ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ the British Empire. By the end of the 19th century, the British Empire became the mighty empire with colonies all over the world. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിച്ച സമയം നമ്മൾ ആദ്യം ഈ ഒരു ടെക്സ്റ്റ് തുടങ്ങുന്നത് സെമസ്റ്റർ 1 പറഞ്ഞു തുടങ്ങുന്നത് എന്താണ് ബ്രിട്ടൻ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു യൂറോപ്യൻ കോണ്ടിനെന്റിന്റെ സൈഡിലുള്ള ഒരു കൂട്ടം ചെറു ദ്വീപുകൾ മാത്രമായിരുന്ന ആ ഒരു നേഷൻ അതിപ്പോ എന്തായിരിക്കാണ് ബൈ ദ എൻഡ് ഓഫ് ദ 19th സെഞ്ചുറി 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി അത് എന്തായിരിക്കാണ് ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു മൈറ്റി എംപയർ, ഒരു സാമ്രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ആര്, നമ്മുടെ ബ്രിട്ടൻ. The commercial expansion of Britain following the advance of technology empowered her to spread her colonies far and wide. Britain made her presence felt strongly in India with the East India Company as the controlling body. The first war of independence in India in 1857 was quelled and the British government took over rule of India from the East India Company. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രിട്ടന്റെ കൊളോണിയൽ എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് അവർ കൺട്രോൾ ചെയ്ത രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് നമ്മുടെ ഇന്ത്യ, അതുപോലെ തന്നെ രണ്ടാമത്തത് ആഫ്രിക്കൻ കോണ്ടിനെന്റ്. സോ ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യം അവർ ട്രേഡിന്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ ആ ഒരു കച്ചവടത്തിന്റെ പാർട്ടായിട്ട് വന്നു. പിന്നെ അവരൊരു സൈഡിൽ നിന്ന് തോണ്ടി എന്ത് ചെയ്തു, നമ്മളെ മൊത്തം കയറി ഭരിച്ചു. ആൻഡ് അതിനുശേഷം നമ്മുടെ ഇൻ 1857 1857 എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ടൊരു സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ നടക്കുന്നത്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ നടക്കുന്നത് ഏത് വർഷമാണ്? 1857 ആണ്. ഈ വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്ക്, ചിലപ്പോൾ എക്സാമിന് ആവശ്യം വരും. And even though it was killed or silenced by the British Army, the British government took over rule of India from the East India Company after this incident. എന്ത് ചെയ്തു, ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എന്ത് ചെയ്തു, അത്രയും കാലം ഇംഗ്ലണ്ട് ഇന്ത്യയെ ഭരിച്ചിരുന്നത് ഏത് വഴിയാണ്? ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴിയാണ്. പക്ഷെ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മാറ്റിയിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയെ ഭരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൺട്രോള് ഡയറക്റ്റ് ആയിട്ട് ആർക്ക് പോയി, നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് മാറി. And in 1876, an act of the parliament conferred on Queen Victoria the title Empress of India. ഇന്ത്യയുടെ റാണി എന്നുള്ള ആ ഒരു ടൈറ്റിൽ 1876 പാർലമെന്റ് ആർക്ക് കൊടുക്കുന്നു, നമ്മുടെ ക്വീൻ വിക്ടോറിയയ്ക്ക് കൊടുക്കുന്നു. സോ ഇതിനകത്ത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 അതും അതുപോലെ തന്നെ ആ ഒരു ക്വീൻ വിക്ടോറിയക്കാണ് ആ എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തത്. ആൻഡ് അതിന്റെ ഇയർ 1876. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ബാക്കിയെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് കേട്ടുപോയാൽ മാത്രം മതി. ആൻഡ് ആഫ്രിക്കയുടെ കേസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ആഫ്രിക്ക വാസ് അനദർ ലാൻഡ് ദാറ്റ് കെയിം അണ്ടർ ബ്രിട്ടൻസ് ഇംപീരിയൽ ലാൻഡ്സ്കേപ്പ് ആൻഡ് മിഷൻ വർക്ക്. Britain had to face stiff competition from Belgium, France and Germany in the scramble to establish colonies in Africa. ഇപ്പൊ നമ്മുടെ ആ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കേസാണ് എന്ത്, ബ്രിട്ടീഷുകാർ മാത്രമല്ല ഇന്ത്യയിൽ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള പോർച്ചുഗീസും അതുപോലെ തന്നെ പല നാട്ടിൽ നിന്നുള്ള പല രാജ്യക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ മേജറും സ്ട്രോങ്ങും പവർഫുള്ളും ഒക്കെ ആയിരുന്നത് ആരായിരുന്നു, ബ്രിട്ടീഷുകാരായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു സെയിം കണ്ടീഷൻ തന്നെയാണ് ആഫ്രിക്കയിലും വരുന്നത്. ആഫ്രിക്കയിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ദേ ഹാഡ് ടു ഫേസ് സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം ബെൽജിയം, ഫ്രാൻസ് ആൻഡ് ജർമ്മനി ഇൻ ദ സ്കാമ്പിൾ ടു എസ്റ്റാബ്ലിഷ് കോളനീസ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിൽ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു അവർക്ക്, ഫ്രാൻസും ജർമ്മനിയും ബെൽജിയം പോലത്തെ അവരൊക്കെ വൻ ശക്തികളാണ്, യൂറോപ്യൻ കോണ്ടിനെന്റിലുള്ള വമ്പൻ ശക്തികളാണ് ആരൊക്കെ, നമ്മുടെ ഈ ഫ്രാൻസും ജർമ്മനിയും ഒക്കെ. സോ അവരിൽ നിന്നൊക്കെ വളരെ ശക്തമായ ഒരു കോമ്പറ്റീഷൻ ഇംഗ്ലണ്ടിന് ആഫ്രിക്കയിൽ നേരിടേണ്ടതായിട്ട് വന്നു. ബട്ട് എന്നിരിക്കെ കൂടി നമ്മുടെ ബ്രിട്ടീഷുകാർ മിടുക്കന്മാരാണല്ലോ. സോ nevertheless, by the middle of the 19th century, Britain had her colonies in almost the whole of the African continent. ഇവരുടെയൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ബ്രിട്ടൻ എന്ത് ചെയ്തു, 19ാം നൂറ്റാണ്ടിന്റെ മിഡിൽ ആയപ്പോൾ തന്നെ അല്ലെങ്കിൽ പകുതിയോട് കൂടി തന്നെ എന്ത് ചെയ്തു, കപ്പടിച്ചു. ആഫ്രിക്കയുടെ ഏകദേശം എല്ലാ പോർഷനും എന്ത് ചെയ്തു,
ബ്രിട്ടന്റെ കോളനിയാക്കി അവർ മാറ്റി. As the Victorian age drew to a close, in addition to those in India and Africa, Britain had colonies worldwide in New Zealand, Australia, Hong Kong, Newfoundland, Canada and the Caribbean. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു ബ്രിട്ടൻ നമ്മുടെ ഒരു 19ാം നൂറ്റാണ്ടിന്റെ മിഡിൽ ആയപ്പോ തന്നെ ആഫ്രിക്കയും ഇന്ത്യയും പോലത്തെ വലിയ ഹ്യൂജ് പോർഷൻസ് എന്ത് ചെയ്തു, അവരുടെ കോളനീസ് ആക്കി മാറ്റി. ആൻഡ് അതിൽ നിന്നുണ്ടാക്കി അവരുടെ ആ ഒരു ഒരു ആത്മവിശ്വാസവും അവരുടെ ആ ഒരു എക്സ്പീരിയൻസും അതൊക്കെ വെച്ച് അവരെന്ത് ചെയ്തു, ആ ഒരു 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി എന്ത് ചെയ്തു, ലോകത്തിന്റെ മുഴുവൻ കൺട്രോള് വരുന്ന രീതിയിൽ ഒരു വൻ സാമ്രാജ്യമായിട്ട് മാറി. ദേ ഹാഡ് കോളനീസ് എസ്റ്റാബ്ലിഷ് വേൾഡ് വൈഡ് ഇൻക്ലൂഡിംഗ് ഇൻ places such as New Zealand, Australia, Hong Kong, Newfoundland, Canada and the Caribbean. സോ ഇത്രയുമാണ് നമ്മുടെ ബ്രിട്ടീഷ് എംപയർ എന്ന് പറയാനുള്ള. ആ ഒരു ബ്രിട്ടൻ ഒരു ചെറു ദ്വീപിൽ നിന്നും ഒരു വലിയ സാമ്രാജ്യം, ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന സാമ്രാജ്യമായിട്ട് മാറിയ ആ ഒരു മാറ്റം, അതിന്റെ ഏറ്റവും എക്സ്ട്രീം അല്ലെങ്കിൽ ഏറ്റവും പീക്ക് ടൈം ആയിരുന്നു ഏതു, നമ്മുടെ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണ് വിക്ടോറിയൻ കോംപ്ലസൻസി എന്നുള്ളതാണ്. സോ ദ വേർഡ് കോംപ്ലസൻസി മീറ്റ് എന്താണ്, ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരു ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അതിനെയാണ് നമ്മൾ കോംപ്ലസൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ബ്രിട്ടീഷ് പ്രൈഡ് ഇൻ ഇറ്റ്സ് മെറ്റീരിയൽ പ്രോഗ്രസ് ആൻഡ് ഇൻ ഇറ്റ്സ് ഇൻഡസ്ട്രിയൽ ഡോമിനേഷൻ ഈസ് ടെസ്റ്റിഫൈഡ് ബൈ ദ ഗ്രേറ്റ് എക്സിബിഷൻ ഓഫ് 1851. All nations displayed exhibits epitomizing Britain and her colonies. So എന്ത് ചെയ്തു, 1851 ബ്രിട്ടൻ എന്ത് ചെയ്തു, ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രിട്ടന്റെ പവർ കാണിക്കാനായിട്ട് എന്ത് ചെയ്തു, ആ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ടുള്ളതും അത്തരത്തിലുള്ള മെറ്റീരിയൽ പ്രോഗ്രസും ഒക്കെ കാണിക്കാനായിട്ട്, അവരുടെ ഒരു ശക്തി പ്രകടിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യാണ്, 1851 ഒരു ഗ്രേറ്റ് എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ്. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും പറഞ്ഞും ഒക്കെ വളരുന്ന ഇംഗ്ലണ്ടുകാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്തു, ആ ഒരു പീരീഡ്, അവിടുത്തെ ആ ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷൻ, സൊസൈറ്റിയിലെ സിറ്റുവേഷൻ, ഇതൊക്കെ എന്താണ്, പെർഫെക്റ്റ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. അവർക്ക് സമാധാനമുണ്ട്, യുദ്ധമില്ല, അവർക്കെല്ലാം ഉണ്ട്, അവർക്ക് വേണ്ടുന്നതെല്ലാം അവർക്കുണ്ട്. അവർക്കൊരു സ്വന്തം രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേൾഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ ഒരു ആളാണ് താൻ എന്നുള്ള ഒരു ഫീലിംഗ്, ആ ഒരു പ്രൗഡി, ഇതൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. സോ ദേ ഫെൽറ്റ് വെരി കോംപ്ലസന്റ് അല്ലെങ്കിൽ വെരി സെൽഫ് സാറ്റിസ്ഫൈഡ്. സോ എന്ത് ചെയ്തു, they regarded the current state of things as ideal and strove to maintain this ideal state. This has often been contemptuously referred to as the Victorian complacence. So ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്താഗതി, അവരുടെ ആ ഒരു ഫീലിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിക്ടോറിയൻ കോംപ്ലസൻസി എന്ന് പറയുന്നത്.